ഇവിടെ പണമില്ലാത്തത് കൊണ്ടല്ലേ ധനരാജ് ഫണ്ടിൽ നിന്ന് വാങ്ങി എന്ന് പറയുന്നത്. ഇവിടെ ഈ 64 ലക്ഷം വരവിൽ ഉൾപ്പെടുത്തിയാൽ പിന്നെ 35 ലക്ഷം ധനരാജ് ഫണ്ടിൽ നിന്ന് വാങ്ങേണ്ട കാര്യം എന്താ? വാങ്ങേണ്ട കാര്യമില്ല. അപ്പോൾ പിന്നെയും ധനരാജ് ഫണ്ടിൽ നിന്ന് 35 ലക്ഷം വാങ്ങി എന്നുള്ളത് തന്നെയാണ് കണക്ക്. കാരണം ഇതിനനുസരിച്ച് വരവ് കൂടിയപ്പോൾ ചെലവ് കൂട്ടുന്ന ഒരു അവസ്ഥ. ഞാൻ എൻ്റെ പുസ്തകത്തിൽ പറഞ്ഞ ഒരു വാചകം, വരവ് കൂടുമ്പോൾ ചെലവ് കൂടുന്ന പുതിയ കണക്ക് ശാസ്ത്രം പഠിക്കാൻ ഇത് ഉപകരിച്ചിട്ടുണ്ട് എന്നാണ്. കാരണം കണക്കൊന്നും കൂട്ടിയ രണ്ടല്ലേ, അത് പിന്നെ മാറൂലല്ലോ. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചത്. കെ രാഗേഷ് ആകെ ഇതിൽ വിശദീകരിച്ചത് ഈ 70 ലക്ഷത്തിൻ്റെ വരവ് കണക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ്. 70 ലക്ഷത്തിൻ്റെ കണക്ക് ഇന്നേ വരെ ഉൾപ്പെടുത്തിയിട്ടില്ല. അവസാനം ഉൾപ്പെടുത്തിയത് 64 ലക്ഷത്തി ചില്ലറയാണ്. 6 ലക്ഷത്തി ചില്ലറ രൂപയുടെ വ്യത്യാസം അപ്പോഴുമുണ്ട്. അപ്പോൾ ഒന്നാം വട്ട കണക്കിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഏരിയ കമ്മിറ്റി ആ കണക്ക് അംഗീകരിക്കാതിരുന്നത്. പിന്നീടാണ് ഇത് ഉൾപ്പെടുത്തിയത് എന്നതാണ് അതുമായി ബന്ധപ്പെട്ടു. എന്നിട്ടും ഇല്ലാത്ത ചെലവുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് പെരുപ്പിച്ച് കാണിച്ച് ഈ കണക്ക് അവതരിപ്പിക്കുന്ന രീതിയാണ് ഉണ്ടായത്. ഓഡിറ്റർമാർ ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഈ പുതിയ വൗച്ചറുകൾ ഇത് അംഗീകരിക്കണമെങ്കിൽ പഴയ വൗച്ചറുകൾ കണ്ടേ തീരൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനാണ് നഷ്ടപ്പെട്ടു പോയി എന്ന് കണക്ക് അവതരിപ്പിച്ച ആൾ എഴുതി കൊടുത്തത്. നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ എങ്ങനെ അംഗീകരിക്കാൻ, അല്ല ഇത് പരിശോധിക്കാൻ സാധിക്കും? പിന്നെ ഇവർ കൊടുക്കുന്ന സാധനം അതുപോലെ അംഗീകരിക്കാൻ കഴിയുമോ? അതുകൊണ്ട് ഏരിയ കമ്മിറ്റി ആ കണക്കും അംഗീകരിച്ചില്ല. രണ്ടാമത് അവതരിപ്പിച്ച കണക്കും ഏരിയ കമ്മിറ്റി അംഗീകരിച്ചില്ല. പിന്നീട് ജില്ലാ കമ്മിറ്റി ഒരു കൊട്ടക്കണക്ക് അവതരിപ്പിക്കുകയാണ് ഇത്. അതാണ് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ളത്. ധനരാജ് ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ കണക്ക് പറയാൻ ജില്ലാ സെക്രട്ടറി സന്നദ്ധമായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതിൽ വീണ്ടും അത് പറയണം എന്നുദ്ദേശിക്കുന്നില്ല. ഏതായാലും ഒരു കാര്യം പറയാം, ഈ കെട്ടിട നിർമ്മാണ ഫണ്ടും ധനരാജ് ഫണ്ടും രണ്ടും കൂടി ചേർത്ത് 51 ലക്ഷം രൂപ പാർട്ടിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല, ജില്ലാ കമ്മിറ്റിയുടെ കണക്ക് പ്രകാരം 40 ലക്ഷം രൂപ ധനരാജ് ഫണ്ടിൽ നിന്ന് കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി വകമാറ്റിയിട്ടുണ്ട്. ആ 40 ലക്ഷം ഏരിയ കമ്മിറ്റി ഫണ്ട് കണ്ടെത്തി തിരിച്ചു കൊടുക്കണം എന്നതാണ് ജില്ലാ കമ്മിറ്റിയുടെ റിപ്പോർട്ട്. ഈ കെട്ടിട നിർമ്മാണ കമ്മിറ്റി തന്നെ പറഞ്ഞത്, രണ്ട് കണക്കിലും പറഞ്ഞത് ഞങ്ങൾ 35 ലക്ഷമേ വാങ്ങിയിട്ടുള്ളൂ. കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി വകമാറ്റിയത് 35 ലക്ഷമാണ്. പക്ഷേ ജില്ലാ കമ്മിറ്റി പറയുന്നു 40 ലക്ഷം വകമാറ്റി. ഏതർത്ഥത്തിലാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ 51 ലക്ഷം യഥാർത്ഥത്തിൽ കൈവശമുണ്ടാകേണ്ടതും ഈ തിരിച്ചു കൊടുക്കേണ്ടുന്ന 40 ലക്ഷവും കൂടി 91 ലക്ഷം രൂപ ഈ രണ്ട് ഫണ്ടിനത്തിൽ പാർട്ടിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്